ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. എലീശ പ്രവാചകന്റെ ശിഷ്യന്മാർ എലീശയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലം വളരെ ഇടുക്കമായിരിക്കുന്നു, അത് ഒന്ന് വിശാലമാക്കുന്നതിനായിട്ട് ഞങ്ങൾ യോർദാനോളം ചെന്ന് ഓരോരുത്തൻ ഓരോ മരം വീതം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് താമസിക്കുവാനുള്ള സ്ഥലം പണിയട്ടെ എന്ന് ചോദിക്കുന്നു. എലീശ പ്രവാചകൻ ശിഷ്യന്മാരെ അതിന് അനുവദിക്കുന്നു. എന്നാൽ അതിൽ ഒരു ശിഷ്യൻ എലീശ പ്രവാചകനോട് ആവശ്യപ്പെടുകയാണ്, പ്രവാചക, നീ കൂടെ ഞങ്ങളോട് കൂടെ വരണം. ദൈവശബ്ദമുള്ള ഒരു മനുഷ്യൻ, ദൈവശബ്ദമുള്ള പ്രവാചകൻ കൂടെ വരുന്നത് തങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും, ഗുണകരമായിരിക്കുമെന്ന് ആ പ്രവാചക ശിഷ്യന് മാത്രം തിരിച്ചറിവുണ്ടായി. അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകുന്നതായിട്ട് നമുക്ക് വചനം പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവര് മരം മുറിക്കുവാനായിട്ട് യോർദാനോളം പോകുന്നു. അവിടെ ചെന്ന് മരം മുറിക്കുമ്പോൾ ഒരുത്തന്റെ കോടാലി വെള്ളത്തിലേക്ക് വീണു പോകുന്നു. അവർക്കൊരു നഷ്ടം സംഭവിക്കുന്നു. ഈ പ്രവാചക ശിഷ്യൻ നിലവിളിക്കുകയാണ്, അയ്യോ, അത് വായ്പ വാങ്ങിയതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തില് ഏതെങ്കിലും സാഹചര്യത്തില് നിങ്ങളുടെ ഒരു പ്രവൃത്തി കാരണം നിങ്ങൾ ഇടുങ്ങിയതിനെ വിശാലമാക്കുവാൻ ശ്രമിച്ചിട്ട്, ദൈവരാജ്യത്തെ വിശാലമാക്കുവാൻ ശ്രമിച്ചിട്ട്, സഭയെ വിശാലമാക്കുവാൻ ശ്രമിച്ചിട്ട്, ആർക്കെങ്കിലും ഒരു അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് കരുതി ചെയ്ത പ്രവൃത്തി നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് നഷ്ടമുണ്ടാക്കുവാനായിട്ട് ഇടയായിട്ടുണ്ടോ? ഇവിടെ പ്രവാചക ശിഷ്യൻ കോടാലി വെള്ളത്തിലേക്ക് വീഴുന്നു. പ്രവാചക ശിഷ്യൻ നിലവിളിക്കുന്നു, അത് വായ്പ വാങ്ങിയതായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത നല്ല പ്രവൃത്തി മനഃപൂർവ്വമല്ലാത്ത കാരണം കൊണ്ട്, നിങ്ങളുടെ തെറ്റുകൊണ്ടല്ലാതെ ഏതെങ്കിലും നഷ്ടം മറ്റുള്ളവർക്ക് വരുത്തിയതിൽ നിങ്ങൾ സങ്കടപ്പെടുന്നുണ്ട്. ഇവിടെ പ്രവാചക ശിഷ്യൻ നിലവിളിക്കുമ്പോൾ എലീശ പ്രവാചകൻ വന്ന് ഒരു മരക്കൊമ്പ് വെട്ടി വെള്ളത്തിലേക്ക് എറിയുന്നു. ആ നഷ്ടപ്പെട്ട ഇരുമ്പ് കോടാലി പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ ദൈവരാജ്യത്തെ പണിയുമ്പോൾ, ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ, ദൈവരാജ്യം വിശാലമാക്കുവാൻ ശ്രമിക്കുമ്പോൾ, മറ്റുള്ളവരുടെ ജീവിതത്തിൽ വിശ്വാസം പകർന്നു കൊടുക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടെങ്കിൽ, വിശ്വാസം നഷ്ടപ്പെട്ടെങ്കിൽ, തലമുറകൾ നഷ്ടപ്പെട്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിൽ നഷ്ടം സംഭവിച്ചെങ്കിൽ, നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുന്ന ഒരുവൻ, മരക്കുരിശേന്തിയവൻ, മരത്തിന്മേൽ തൂങ്ങിയവൻ നിങ്ങളെ സഹായിക്കുവാനായിട്ട് തയ്യാറായി നിൽക്കുന്നു. നിങ്ങൾ ആ കാൽവരി ക്രൂശിലേക്ക് നോക്കുക. നിങ്ങളുടെ നഷ്ടം എത്ര തന്നെ വലുതായിരുന്നാലും ആ നഷ്ടങ്ങളെ ലാഭമാക്കി തീർക്കുവാനായിട്ട് ആ മരക്കുരിശേന്തിയ സ്നേഹം കാത്തിരിക്കുന്നു. നിങ്ങളെ തന്നെ സമർപ്പിക്കുക. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ആമേൻ.